ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടിയും ചിപ്സും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കൊലയാണ് കേട്ടോ. വളമൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് കൊലയാണ്. അത് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് ശർക്കര വരട്ടിക്ക് നമ്മൾ ഒരു കായ് രണ്ടായിട്ട് മുറിച്ചിട്ട് അതാണ് അരിഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കായ് നാലായിട്ട് കീറി നമ്മളത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച കായ് ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് ക്രിസ്പി ആകുന്നത് വരെ എണ്ണയിൽ കിടന്ന് മൊരിയണം. അതിന് ശേഷം നമ്മൾ അത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ശർക്കര വരട്ടീൻ്റെ പരിപാടി ഇനി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചിപ്സ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിപ്സും കൂടെ വറുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിപ്സിനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കായ കൂടി അതേ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് നമ്മൾ ക്രിസ്പി ആകുന്നത് വരെ എണ്ണയിൽ കിടന്ന് മൊരിയണം. ഈ ഒരു ചിപ്സ് വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് നീര് ഇതിൻ്റെ മുകളിലേക്ക് തളിച്ചു കൊടുക്കുക. നമ്മൾ ഉപ്പ് നീര് തളിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1-2 സെക്കൻഡ് നേരം ഇളക്കണം. ആ ഒരു ഉപ്പ് അതിനകത്തൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് നല്ല ക്രിസ്പിയായ ചിപ്സ് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ച ചിപ്സ് കൊണ്ട് നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കണം. അതിനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ഉരുളിച്ചട്ടിയിലേക്ക് നമ്മൾ അരിച്ചൊഴിക്കുകയാണ്. ഈ ഒരു വെല്ലം നന്നായിട്ട് നൂൽപ്പരുവാകുന്ന സമയമാകുമ്പം നമ്മൾ ആ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചിപ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിപ്സ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ വെല്ലം എല്ലായിടത്തും എത്തുന്ന പാകത്തിന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഓരോ ചിപ്സിനകത്തും പിടിക്കുന്ന രീതിയിലേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1.5 സ്പൂണ് ചുക്കുപൊടി കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതെല്ലായിടത്തും എത്തുന്ന പാകത്തിന് നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതും ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതൊരു ചെറിയ ടൈറ്റിലേക്ക് വരും. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശർക്കര വരട്ടി ഫൈനൽ സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഒരു പൊടിക്കൈയായിട്ട് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് ഇതെല്ലാം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോന്നായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ശർക്കര വരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള ചിപ്സും ശർക്കര വരട്ടിയും നമ്മളിവിടെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചില്ലുകുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.